പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. എന്നാൽ സ്വന്തം മക്കളുടെ വേർപാടിൽ കണ്ണ് പൊട്ടിപ്പോകുവോളം കരയേണ്ടി വന്നിട്ടും അള്ളാഹുവിലുള്ള വിശ്വാസവും ക്ഷമയും കൈവിടാത്ത ഒരു പ്രവാചകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ അഹ്സനുൽ ഖസസ് അഥവാ ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന് വിശേഷിപ്പിച്ച യൂസുഫ് നബിയുടെ ചരിത്രത്തോട്ട് ചേർന്ന് നിൽക്കുന്ന ക്ഷമയുടെ പ്രതീക്ഷമായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ചരിത്രരേഖകളില്ലാത്ത കഥകളല്ല, വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന സത്യസന്ധമായ ചരിത്രം. പ്രവാചകന്മാരുടെ ഒരു വലിയ പരമ്പരയിലേക്കാണ് യാക്കൂബ് നബി ജനിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഇബ്രാഹിം നബിക്ക് മലക്കുകൾ സന്തോഷവാർത്ത അറിയിച്ചതായി ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ. അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും അടങ്ങുന്ന പരമ്പരയാണ് പിന്നീട് ചരിത്രത്തിൽ ബനു ഇസ്രായേലിൻ്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. പലസ്തീനിലെ കനാൽ ദേശത്തായിരുന്നു യാക്കൂബ് നബി ജീവിച്ചിരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് 12 ആൺമക്കളെ നൽകി അനുഗ്രഹിച്ചു. അവരിൽ ഏറ്റവും ഇളയവരായിരുന്നു യൂസുഫും ബിന്യാമീനും. ലളിതവും ഭക്തിസാന്ദ്രവുമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തൻ്റെ മക്കളെ എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ സ്നേഹിച്ചു. എന്നാൽ കൊച്ചുകുട്ടിയായ യൂസുഫിൻ്റെ സ്വഭാവമഹിമയും നിഷ്കളങ്കതയും കാരണം അവനോട് യാക്കൂബ് നബിക്ക് പ്രത്യേകമായൊരു വാത്സല്യമുണ്ടായിരുന്നു. ഇത് ജ്യേഷ്ഠന്മാരിൽ ചെറിയൊരു അസൂയക്ക് കാരണമായി. ഒരു ദിവസം പ്രഭാതത്തിൽ കൊച്ചു യൂസുഫ് ഓടിവന്ന് പിതാവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കേട്ട മാത്രയിൽ പ്രവാചകനായ യാക്കൂബ് നബിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ മകൻ അള്ളാഹു വലിയൊരു പദവി നൽകാൻ പോകുകയാണ്. അദ്ദേഹം മകന് താക്കീത് നൽകി, മകനെ, നീ കണ്ട സ്വപ്നം നിന്റെ ജ്യേഷ്ഠന്മാരോട് പറയരുത്. അവർ നിനക്കെതിരെ വല്ല തന്ത്രവും ഉപയോഗിച്ചേക്കാം. തീർച്ചയായും പിശാച് മനുഷ്യൻ്റെ പരസ്യമായ ശത്രുവാണ്. എന്നാൽ അസൂയമൂത്ത ജ്യേഷ്ഠന്മാർ യൂസുഫിനെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടു. ഒരു ദിവസം അവർ ഉപ്പയുടെ അരികിലെത്തി പറഞ്ഞു, ഉപ്പ, യൂസുഫിനെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വിടണം. ഞങ്ങൾ അവനെ നന്നായി നോക്കിക്കൊള്ളാം. ആദ്യം വിസമ്മതിച്ചെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി യാക്കൂബ് നബി യൂസുഫിനെ കൂടെ വിട്ടു. എന്നാൽ അവർ അവനെ ക്രൂരമായി ഒരു കിണറ്റിൽ തള്ളിയിട്ടു. വൈകുന്നേരം യൂസുഫിൻ്റെ ജുബ്ബയിൽ ആടിൻ്റെ ചോര പുരട്ടി കരഞ്ഞുകൊണ്ട് അവർ ഉപ്പയുടെ അടുത്തെത്തി പറഞ്ഞു, ഞങ്ങൾ ഓട്ടപ്പന്തയം നടത്താൻ പോയപ്പോൾ യൂസുഫിനെ ചെന്നായ പിടിച്ചു തിന്നു. തൻ്റെ മക്കൾ കള്ളം പറയുകയാണെന്ന് ആ പ്രവാചക ഹൃദയത്തിന് മനസ്സിലായി. ആകാശഭൂമികൾ തകരുന്ന ആ വാർത്ത കേട്ടിട്ടും അദ്ദേഹം അള്ളാഹുവിൽ അഭയം തേടി. ഖുർആൻ ആ രംഗം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഒരു കാര്യത്തെ ഭംഗിയായി തോന്നിച്ചതാണ്. ഇനി മനോഹരമായ ക്ഷമ തന്നെ എനിക്ക് ശരണം. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ അള്ളാഹുവാണ് എനിക്ക് സഹായം നൽകേണ്ടവൻ. 1 വർഷമല്ല, 2 വർഷമല്ല, ദീർഘമായ 40ഓളം വർഷങ്ങൾ കടന്നുപോയി. യൂസുഫിനെ കുറിച്ചുള്ള ദുഃഖം യാക്കൂബ് നബിയുടെ ഉള്ളു പൊള്ളിച്ചു. അദ്ദേഹം നിരന്തരം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും
കരയുകയും ചെയ്തു. അമിതമായ സങ്കടം കാരണം അദ്ദേഹത്തിൻ്റെ കൺകാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മക്കൾ ഉപ്പയോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും യൂസുഫിനെ ഓർത്ത് കരയുകയാണോ? നിങ്ങൾ സ്വയം നശിച്ചു പോകുമോ? അപ്പോൾ യാക്കൂബ് നബി നൽകിയ മറുപടി ഇന്നും ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വിഷമവും സങ്കടവും അള്ളാഹുവോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അദ്ദേഹം അത്രമാത്രം പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ഒടുവിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലർന്നു. കനാനിൽ കടുത്ത വരൾച്ചയുണ്ടായപ്പോൾ ധാന്യങ്ങൾക്കായി മക്കൾ ഈജിപ്തിലേക്ക് പോയി. അവിടെ ഈജിപ്തിലെ ധനമന്ത്രിയായി മാറിയിരുന്ന യൂസുഫ് നബിയെ അവർ തിരിച്ചറിഞ്ഞു. യൂസുഫ് നബി ജ്യേഷ്ഠന്മാർക്ക് മാപ്പ് നൽകുകയും തൻ്റെ കുപ്പായം കൊടുത്തയച്ചിട്ട് ഉപ്പയുടെ മുഖത്തിടാൻ പറയുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മക്കൾ ആ കുപ്പായവുമായി കനാനിലേക്ക് തിരിച്ചു. അവർ നാട്ടിലെത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ യാക്കൂബ് നബി തൻ്റെ ചുറ്റുമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചില്ലെങ്കിൽ ഒന്ന് പറയാം, എനിക്ക് യൂസുഫിൻ്റെ വാസന അനുഭവപ്പെടുന്നുണ്ട്. മക്കൾ വന്ന് ആ കുപ്പായം ഉപ്പയുടെ മുഖത്തിട്ടതും അത്ഭുതകരമായ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. അദ്ദേഹം അള്ളാഹുവിന് നന്ദി പറഞ്ഞു. പിന്നീട് യാക്കൂബ് നബിയും കുടുംബവും ഈജിപ്തിലേക്ക് പോവുകയും അവിടെ വെച്ച് വർഷങ്ങൾക്കു ശേഷം ഉപ്പയും മകനും തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്തു. യൂസുഫ് നബി തൻ്റെ മാതാപിതാക്കളെ അത്യധികം ആദരവോടെ സിംഹാസനത്തിലിരുത്തി. അന്ന് മാതാപിതാക്കളും 11 സഹോദരന്മാരും യൂസുഫ് നബിക്ക് മുന്നിൽ ആദരവോടെ പ്രണമിച്ചു. അങ്ങനെ കുട്ടിക്കാലത്ത് കണ്ട ആ സ്വപ്നം സത്യമായി പുലർന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ മക്കളെ അരികിൽ വിളിച്ച് യാക്കൂബ് നബി ചോദിച്ചു, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവർ പറഞ്ഞു, നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ ആ ഏകദൈവത്തെ മാത്രം. തൻ്റെ 147-ാം വയസ്സിൽ ഈജിപ്തിൽ വെച്ചാണ് അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹത്തിൻ്റെ വസിയത്ത് പ്രകാരം മകനായ യൂസുഫ് നബി മൃതദേഹം ഖലീലിലേക്ക് കൊണ്ടുപോവുകയും പിതാവായ ഇസ്ഹാക്ക് നബിയുടെ അരികിൽ അടക്കം ചെയ്യുകയും ചെയ്തു. കൂട്ടുകാരെ, എത്ര വലിയ പ്രതിസന്ധിയുണ്ടായാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശനാകരുത് എന്ന വലിയൊരു പാഠമാണ് യാക്കൂബ് നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ക്ഷമിച്ചാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള യഥാർത്ഥ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.